السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي رواية وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. إنا هديناه السبيل إما شاكرا وإما كفورا. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അശ്ശുക്റുലില്ല, അള്ളാഹുവിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തൽ അല്ലെങ്കിൽ നന്ദി കാണിക്കൽ എന്നതാണ് ഇന്നത്തെ വിഷയം. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത് സൂറത്ത് ഇൻസാനിലെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങളാണ്. എന്തുകൊണ്ട് നാം അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യണം എന്നതാണ് ഇന്നത്തെ വിഷയം. ഒന്നാമത്തത് നമ്മുടെ ഉത്ഭവം തന്നെ. നാം ആരും തന്നെ ഒരു കാലത്ത് ഈ ദുനിയാവിൽ ഇല്ലായിരുന്നു. ഇല്ലായ്മയിൽ നിന്നാണ് നമ്മെ അള്ളാഹു ഈ ദുനിയാവിൽ കൊണ്ടുവന്നത്. അതാണ് അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ചോദ്യം. അതാണ് ഞാൻ ഓതി വെച്ച വചനം. അൽ അതാ അലൽ ഇൻസാനി, മനുഷ്യന്റെ മേൽ വന്നു പോയിട്ടില്ലേ ദീനും മിനദ്ദഹരി, ഒരു കാലഘട്ടം, ലം യകുൻ, അവനായിരുന്നില്ല, ഷൈഅൻ മദ്കൂറ, പറയപ്പെടുന്ന ഒരു വസ്തു. അപ്പൊ ഈ ലോകത്ത് ഇല്ലാത്ത ഒരുവനായിരുന്ന അദ്ദേഹം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് അവന്റെ ഈ ദുനിയാവിൽ ഇല്ലായിരുന്നു. ആ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം അവനിൽ കഴിഞ്ഞു പോയിട്ടില്ലേ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. തീർച്ചയായും നാം ഖലഖ്നൽ ഇൻസാന, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നുത്ഫത്തിൻ, ഇന്ദ്രിയ ബീജത്തിൽ നിന്ന്, അംശാജിൻ, കൂടിക്കലർന്ന, ആണിന്റെയും പെണ്ണിന്റെയും കൂടിക്കലർന്ന ബീജത്തിൽ നിന്നാണ് മനുഷ്യനെ നാം ഉൽപ്പാദിപ്പിച്ചത്, നാം സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടി? നബ്തലീഹി, നാം അവനെ പരീക്ഷിക്കാൻ വേണ്ടി.
ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അല്ലാഹു തആല ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാകുന്നു. എന്തിനു വേണ്ടി? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത്, സൽക്രമകാരികളാകുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ജനനവും മരണവും അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ഇന്ദ്രിയ ബീജത്തിൽ നിന്നാണ്, കൂടിച്ചേർന്ന ഇന്ദ്രിയ ബീജത്തിൽ നിന്ന്. തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. നേർവഴി ഇന്നതാണ്, ഉശിച്ച വഴി ഇന്നതാണ്, ചീത്ത വഴി ഇന്നതാണ് എന്ന് കൃത്യമായും അല്ലാഹു പ്രവാചകന്മാർ മുഖേന മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ആ പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇമ്മാ ഷാക്കിറൻ, ഒന്നുകിൽ അവൻ അള്ളാഹുവിന് നന്ദിയുള്ള അടിമയായി ജീവിക്കും, വൈമ്മാ കഫൂറ, അല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനായിട്ടും ജീവിക്കും. നന്ദിയുള്ളവനായി തീരാൻ അള്ളാഹുവിന്റെ സ്വാധീനമില്ല. അങ്ങനെ ഒരാളെയും സൽക്കർമ്മത്തിന് സ്വാധീനം ചെലുത്തി സൽക്കർമ്മകാരികളാക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നില്ല. പ്രവാചകന്മാരോടൊക്കെ അള്ളാഹു പറഞ്ഞത് ഇന്നമാ അലൈനൽ ബലാഗുൽ മുബീൻ, ഞങ്ങളുടെ മേലുള്ള ബാധ്യത എന്താണ്? വ്യക്തമായ പ്രബോധനം. ഇതാണ് പ്രവാചകന്മാരൊക്കെ അള്ളാഹു നിർദ്ദേശം കൊടുത്തത് പ്രവാചകന്മാർ. അപ്പൊ ഇമ്മാ ഷാക്കിറൻ വഇമ്മാ കഫൂറ, മനുഷ്യൻ ഒന്നുകിൽ നന്ദിയുള്ളവനായി തീരുന്നു, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി തീരുന്നു. പക്ഷെ അള്ളാഹു നമ്മോട് പറയുന്നത് പടച്ചവന് നന്ദിയുള്ളവരായി ജീവിക്കാനാണ്. ദുനിയാവില് നന്ദിയുള്ളവർക്കും നന്ദി കെട്ടവർക്കും അള്ളാഹു അനുഗ്രഹം ചെയ്യും. അതിന്റെ അർത്ഥമാണ് റഹ്മാൻ, പരമകാരുണ്യകൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ പടച്ച തമ്പുരാന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരേ രീതിയിൽ കാരുണ്യവും അനുഗ്രഹവും ചെയ്യുന്നവനാണ്. പടച്ചവനെ നിഷേധിക്കുന്നവർക്കും ഇവിടെ സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്, എല്ലാവിധ അനുഗ്രഹങ്ങളുണ്ട്. ഒരുപക്ഷെ പടച്ചവനെ ആരാധിച്ച് കണ്ണുനീരൊലിപ്പിച്ച് കരഞ്ഞ് ജീവിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ദുനിയാവിൽ കഷ്ടപ്പാടായിരിക്കും. അതവന്റെ ദുനിയാവിലെ സുഖവും ദുഃഖവും പരലോകവുമായി ബന്ധപ്പെടുന്നതല്ല. കാരണം സത്യവിശ്വാസികൾ പലപ്പോഴും ദുനിയാവിൽ പരീക്ഷിക്കപ്പെട്ടവരാണ്, പരീക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നൊക്കെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ ജയിലറയാണ്. ജന്നത്തുൽ കാഫിർ, നിഷേധിയുടെ സ്വർഗവുമാണ് എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ നിലക്ക് ഇല്ലായ്മയിൽ നിന്നും നമ്മെ സൃഷ്ടിച്ച ആ അള്ളാഹുവിന് നമ്മൾ എത്ര നന്ദി കാണിക്കണം എന്നതാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. മറ്റൊന്ന്, പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ പിന്നീടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ വിശേഷ ബുദ്ധിയാണ്. ഒരു കുരങ്ങനും ഇന്നേ വരെ ഇരുട്ടത്ത് പോകുമ്പോൾ ടോർച്ച് എടുത്തിട്ടില്ല, മറ്റൊരു ജീവിയും എടുക്കാറില്ല. കാരണം അവന് ടോർച്ച് അടിച്ചാൽ വെളിച്ചം കിട്ടും എന്ന് ബുദ്ധിപരമായ വിവരം അവർക്കൊന്നുമില്ല. കിട്ടിയ വെളിച്ചത്തിൽ അവർ പെരുമാറും എന്നതല്ലാതെ. അപ്പൊ ഈ നിലക്ക് മനുഷ്യന് വിശേഷ ബുദ്ധി കൊടുത്ത് മനുഷ്യവർഗത്തെ മുഴുവൻ അള്ളാഹു ആദരിച്ചു എന്ന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. ഈ കാര്യം സൂറത്ത് ഇസ്രായിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കാണ്. ലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. വലഖദ് കറംനാ ബനി ആദം, തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ആദം സന്തതികൾ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ മതക്കാരും അതിൽപ്പെടും. മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ആദമിന്റെ സന്താനങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആൻ കണക്കാക്കുന്നത്. അവരെ മുഴുവൻ നമ്മൾ ആദരിച്ചിരിക്കുന്നു എന്നാ.
അപ്പൊ ആദരവ് മുസ്ലിമിന് മനുഷ്യൻ എന്നുള്ള നിലക്ക് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അള്ളാഹു ആദരവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നവൻ താഴ്ന്നവനാണ്, ഇന്നവൻ ഉയർന്നവനാണ് എന്ന ദുനിയാവിൽ ആ പരിഗണന നമ്മൾ കൊടുക്കാൻ പാടില്ല. എല്ലാവരും പരസ്പരം ആദരിച്ചും സ്നേഹിച്ചും ജീവിക്കേണ്ടവരാണെന്ന ഖുർആൻ പഠിപ്പിക്കുന്നത്. കടലിലും കരയിലും അവനെ നാം വഹിപ്പിച്ചു, സഞ്ചരിപ്പിച്ചു. കടലിൽ കപ്പലിലും കരയില് മറ്റു പല വാഹനങ്ങളിലുമായിട്ട് മനുഷ്യനെ അല്ലാഹു സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അല്ലാഹു നൽകിയ ഭക്ഷണം പുല്ലും വൈക്കോലല്ല. ഏറ്റവും നല്ല വസ്തുക്കളിൽ നിന്ന് അവന് നാം അന്നം നൽകി. അവരെ നാം ശ്രേഷ്ഠപ്പെടുത്തി. മിമ്മൻ ഖലഖ്നാ തഫ്ളീല, നാം സൃഷ്ടിച്ച ഒരുപാട് ജീവജാലങ്ങളെക്കാളും അവനെ നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ മനുഷ്യൻ അല്ലാഹു ഒരു പ്രത്യേക പദവിയും സ്ഥാനം നൽകിയത് വിശേഷ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. ആ ബുദ്ധി ഉപയോഗപ്പെടുത്താത്തവൻ നാൽക്കാലികൾക്ക് തുല്യരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. സൂറത്ത് അറാഫിലെ 179 വചനം. വലഖദ് ദറഅനാ ലിജഹന്നം, തീർച്ചയായും നരകത്തിന് വേണ്ടി നാം പടച്ചു വെച്ചിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യവർഗത്തിൽപ്പെട്ടതും ജിന്നുവർഗത്തിൽപ്പെട്ടതുമായ ബഹുഭൂരിപക്ഷ ആൾക്കാരെ നരകത്തിന് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മ നരകത്തിലിടാൻ വേണ്ടി പഠിച്ച് ഉരുത്തിണ്ടാക്കി എന്നല്ല ഇതിന്റെ അർത്ഥം. ഭൂരിപക്ഷ ആൾക്കാരും പിഴവിലേക്ക് പോവുള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം എന്താ? ഒരു ഭൂരിപക്ഷം നരകത്തിലാകാൻ കാരണം ലഹും ഖുലൂബുൻ, അവർക്ക് ചിന്തിക്കാനും കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലാഹു നൽകിയിട്ടുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവര് നേര് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. ചിന്തിക്കാറുണ്ട്, ഒരുപാട് അവരുടെ ഭൗതിക ജീവിതത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ ശത്രുവിനെ നേരിടാനുള്ള ചിന്താഗതി, ഇങ്ങനെ പലതിലും അവർ ചിന്തിക്കാറുണ്ടെങ്കിലും നേരായ വഴിക്ക് സൃഷ്ടാവിനെ കണ്ടെത്താനും നേരിനെ കണ്ടെത്താനുള്ള ചിന്താഗതി അവർക്കില്ല. ലഹും ഖുലൂബുൻ, അവർക്ക് മനസ്സുകളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവര് ഭ്രാന്തന്മാരാണെന്നുള്ള അർത്ഥത്തിലല്ല അല്ലാഹു പറഞ്ഞത്. എന്താ? നേരിനെ അവർ ചിന്തിച്ച് മനസ്സിലാക്കൂല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, നേര് കേട്ട് മനസ്സിലാക്കാനുള്ള കാതുകൾ അവർക്കുണ്ട്. പക്ഷേ അവരെല്ലാം കേൾക്കും. പക്ഷെ എന്തുകൊണ്ട് അവർ എന്ത് കേൾക്കൂല? ലാ യസ്മഊന ബിഹാ, നേരെ ആ കാതുകൊണ്ട് അവർ കേൾക്കൂല. നേരായ വഴി കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അവർ തയ്യാറാവൂല. അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ കേൾക്കും എന്നർത്ഥം. അവർക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള കണ്ണുകൾ, കാഴ്ച ശക്തി നാം നൽകിയിരിക്കുന്നു. പക്ഷെ അവർ കാണും, എല്ലാം അവർ കാണും. ലാ യുബ്സിറൂന ബിഹാ, അതുകൊണ്ട് അവർ കാണൂല എന്ന് പറഞ്ഞ എന്താണ്? നേര് കാണൂല, വേറെയൊക്കെ കാണും. അത്തരക്കാർ കാലികളെ പോലെയാണ്. ബുദ്ധി നൽകിയിട്ട് ആ ബുദ്ധി കൊണ്ട്, ബുദ്ധി ഉപയോഗിച്ച് സത്യം നേർവഴി മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ, കേൾവിശക്തി നൽകിയിട്ട് നേര് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആൾക്കാര്, കാഴ്ചശക്തി അല്ലാഹു നൽകിയിട്ട് അത് ഉപയോഗിച്ച് നേരായ വഴി കണ്ടു മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവര്, ഉലൈക കൽ അൻആം, അത്തരക്കാർ കാലികളെ പോലെയാണ്. ബൽ, പക്ഷേ അവല്ല അതിനേക്കാളും വഴിവെച്ചവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാണ് അശ്രദ്ധർ എന്ന് അല്ലാഹു പറയുന്നു. അപ്പൊ ബുദ്ധി എന്ന് പറയുന്നത്
അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിക്കേണ്ടത് എന്ത് വെച്ചാ, പടച്ചവന് പല വിഷയത്തിനും നന്ദി കാണിക്കേണ്ടത് പല കോലത്തിലാണ്, എല്ലാം ഒരേ കോലത്തിലല്ല. ബുദ്ധിയുള്ള മനുഷ്യൻ അള്ളാഹുവിന്റെ ആ ബുദ്ധി വെച്ച് നന്ദി കാണിക്കേണ്ടത് ആ ബുദ്ധി കൊണ്ട് നേരായ വഴി തിരഞ്ഞെടുക്കാനുള്ള ശ്രമം, അത് അള്ളാഹുവിന് നന്ദി കാണിക്കല്. പക്ഷെ അത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഇന്ന ശർറദ്ദവാബി അസ്സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഅഖിലൂൻ. സൂറത്ത് അൻഫാലിലെ 22-ാമത്തെ വചനം, ഇന്ന ശർറദ്ദവാബി, ഏറ്റവും നികൃഷ്ടമായ ജന്തു ആരാണ്? അസ്സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഅഖിലൂൻ, ചിന്തിക്കാത്ത ബധിരനും ഊമയുമാണ് ഏറ്റവും നികൃഷ്ട ജന്തു. വിശുദ്ധ ഖുർആനില് 120-ലധികം സ്ഥലങ്ങളിൽ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു നടക്കണം എന്താ, ഇസ്ലാം കേവലം വെറുതെ അന്ധമായ അനുകരണമാണ്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതിനെ അനുകരിച്ച് നടക്കുക, എന്നിട്ട് അത് ചെയ്യുക. ഇതല്ല ഇസ്ലാം. ഇസ്ലാമിന് ചിന്താശക്തി ഉണ്ട്. ചിന്തക്ക് അതീതമായിട്ടുള്ള ഒരു കാര്യം ഇസ്ലാമിലില്ല. അപ്പൊ ചിന്തക്ക് ഇസ്ലാമിൽ വളരെ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ നിലക്ക് നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കേണ്ട ബുദ്ധി, ഈ ബുദ്ധിശക്തി നൽകിയത് നമുക്ക് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് ആ ബുദ്ധി കൊണ്ട് നമ്മൾ നന്ദി കാണിക്കൽ എങ്ങനെയാണ്? നേരായ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക, സത്യം പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, നീതിബോധത്തെ കുറിച്ച് ചിന്തിക്കുക, അനീതിയെ കുറിച്ച് ചിന്തിക്കരുത്, കളവിനെ പറ്റി ചിന്തിക്കരുത്, എങ്ങനെ മറ്റുള്ളവന്റെ മോഷ്ടിക്കാം എന്ന ചിന്ത വരരുത്, മറ്റുള്ളവനെ എങ്ങനെ ദ്രോഹിക്കാം എന്ന ചിന്തയാകരുത്. നീതിയും സത്യവും സമത്വവും ഇതൊക്കെയുള്ള ചിന്ത, നല്ലതായ ബുദ്ധി കൊണ്ട് നല്ലതായ നിലക്ക് ചിന്തിച്ചിട്ട് അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക, എന്നിട്ട് ദുനിയാവും ആഖിറവും സമ്പുഷ്ടമാക്കുക. ഇതാ അള്ളാഹുവിന് ബുദ്ധി കൊണ്ട് നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ട രൂപം അങ്ങനെയാണ്. അപ്പൊ ഈ നിലക്ക് ചിന്തിച്ചാൽ മനുഷ്യന് അള്ളാഹു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ബുദ്ധി, വിശേഷ ബുദ്ധി. അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മറ്റൊന്ന്, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം മറ്റെന്താ? ഹിദായത്ത്, നേർവഴി. അതിന് നമ്മൾ എങ്ങനെ എത്ര നന്ദി കാണിച്ചാലും അത് അള്ളാഹുവിന് നന്ദിയാവൂല. കാരണം ഹിദായത്ത് എന്ന് പറയുന്നത് ഒരു പ്രവാചകനെ അയച്ച് വേദഗ്രന്ഥങ്ങൾ വഴിയായിട്ട് അള്ളാഹുവിന്റെ റസൂലാണ് നമ്മളെ ഹിദായത്തിലേക്ക് ക്ഷണിച്ചതും ആ റസൂലിന്റെ ദൗത്യം അനുസരിച്ചാണ് നമ്മൾ മുസ്ലിങ്ങളായതും. അതുപോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അവരിൽ അത് അംഗീകരിച്ചു പോകുന്ന ആളുകളും ഉണ്ട്. വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തെ കുറിച്ച് പറയുന്നത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. സൂറത്ത് ആലു ഇംറാൻ 164-ാം വചനത്തിൽ അല്ലാഹ് പറയാം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, തീർച്ചയായും സത്യവിശ്വാസികളുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അവരിൽ നിയോഗിക്കുക വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. പ്രവാചകന്റെ ദൗത്യപ്രകാരം, കൽപ്പന പ്രകാരം ഇവിടെ ഹാജറുള്ള ആളുകള് ഹാജറില്ലാത്തവർക്ക് ഇങ്ങനെ ഈ ദൗത്യം എത്തിച്ചു കൊടുക്കണം. അങ്ങനെ തലമുറകളായി എത്തിച്ചു കിട്ടിയ ദൗത്യത്തിലാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നതും നമ്മൾ കർമ്മം ചെയ്തു പോരുന്നതും. അപ്പൊ ഹിദായത്ത് എന്നത്, ആ ഹിദായത്തിന് വേണ്ടി നമ്മൾ നമസ്കാരത്തില് 5 വക്ത് നമസ്കാരത്തില് നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ചൊവ്വായ വഴിയിൽ ഞങ്ങളെ ചേർക്കണമേ. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയൂല. ഹിദായത്ത് കൊടുക്കുന്നത് അല്ലാഹുവാണ്. പക്ഷെ പല ഹിദായത്തിന് വഴികളുണ്ട്. ഹിദായത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കാനേ മനുഷ്യർക്കും പ്രവാചകന്മാർക്കും കഴിയുള്ളൂ. ഒരാളെ സ്വർഗത്തിലാക്കാനോ ഒരാളെ ഹിദായത്തിലാക്കാനോ ഒരു മനുഷ്യൻ എന്ന നിലക്ക് പ്രവാചകന്മാർക്ക് വരെ കഴിയൂല.
എന്നാണ് അബൂ താലിബിന്റെ വിഷയത്തിൽ സൂറത്തുൽ ഖസസിൽ എന്ന് പറയുന്നത്. അബൂ താലിബിനെ ഹിദായത്തിലാക്കാൻ വേണ്ടി പ്രവാചകൻ അങ്ങേയറ്റം പരിശ്രമിച്ചു. രോഗമായി കിടക്കുന്ന സന്ദർഭത്തില് പ്രിയപ്പെട്ട പിതൃ സഹോദര, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടണം. ഞാനത് വെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ഒന്ന് വാദിച്ചു നോക്കാം, എങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് വാക്ക് തരാൻ കഴിയൂല. അത് വെച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ വാദിക്കാം. അപ്പോഴാണ് അള്ളാഹു ഇറക്കുന്നത്, സൂറത്തുൽ ഖസസിലെ വചന. നബിയെ, തീർച്ചയായും താങ്കൾ ആഗ്രഹിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. പക്ഷേ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. ഹിദായത്ത് അള്ളാഹു ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ ഞങ്ങളെ ചേർക്കണേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം, അതിന് നന്ദി കാണിക്കലെന്താ? അള്ളാഹ് നൽകിയ ആ ഹിദായത്ത് അനുസരിച്ച് പ്രവർത്തിക്കാം, അതാണ് അതിന് നന്ദി കാണിക്കല്. ഹിദായത്തിന് നന്ദി കാണിക്കൽ അങ്ങനെയാണ്. ആ ഹിദായത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, സൂറത്ത് ആലു ഇംറാൻ 8-ാമത്തെ വചനം. അതാ ഹിദായത്തെ പിടിച്ചു നിർത്താനുള്ള പ്രാർത്ഥന. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ മനസ്സിനെ നീ തെറ്റിച്ചു കളയരുത്. ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം ഞങ്ങളെ ദലാലത്തിൽ നീ പെടുത്തരുതേ എന്ന് പടച്ചവനോട് നമ്മൾ സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്ന് മാത്രമല്ല, ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്. സൂറത്ത് അറാഫിലെ 43-ാം വചനം. അവർ പറയും, ആര്? സത്യവിശ്വാസികൾ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ, അല്ലാഹുവേ, ഇതിലേക്ക്, ഈ നേർവഴിയിലേക്ക് ഞങ്ങളെ വഴി കാണിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഹിദായത്തിന്റെ ആളുകളായി മാറുമായിരുന്നില്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്. അപ്പൊ ഈ നിലക്ക് ഹിദായത്ത് അള്ളാഹു നൽകിയതിന്റെ പേരിൽ ആ ഹിദായത്ത് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന കൂട്ടത്തിൽപ്പെടുന്നതാണ്. അപ്പൊ ഹിദായത്തിന് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കാന്ന് പറഞ്ഞാൽ, ആ ഹിദായത്ത് അനുസരിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുസരിച്ച് ഉള്ള ജീവിതം നയിക്കുക. ഇതാണ് ഹിദായത്തിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ട രൂപം. ഈ ഇടക്കിടക്ക് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് എന്നീ പ്രാർത്ഥന നമ്മൾ ചൊല്ലാം. പുണ്യകരാണ്. കാരണം സൂറത്ത് അറാഫിലെ 43-ാം വചനമാണ്. അതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണിക്കണക്കാക്കിയ തീരൂല നാം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മൾ എന്തിനാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കണം? അക്കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറ 21 മുതൽ 22 ഉൾപ്പെടെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കാണ്. എന്തിനാണ് നാം അള്ളാഹുവിനെ ആരാധിക്കുന്നത്? ആരാധന ചെയ്യുക, പടച്ചവനെ മാത്രം ആരാധിക്കുക എന്ന കർമ്മം എന്തിന് നാം ചെയ്യണം എന്ന് സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ വഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും
ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മുസ്ലിങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത്, ലോകത്തുള്ള മുഴുവൻ ആളുകളെ വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുവിൻ, റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ. എങ്ങനത്തെ രക്ഷിതാവ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ചവനായ സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ. നിങ്ങളെ മാത്രമോ അല്ല, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ പടച്ചവനുമായ നിങ്ങളുടെ രക്ഷിതാവിനെ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവിൻ. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി നിങ്ങൾ ജീവിക്കാൻ വേണ്ടി. ആരാധനകൾ അർപ്പിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മതകൾ ഉണ്ടാവൂ യഥാർത്ഥത്തില്. പക്ഷെ ആരാധനകള് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ഭക്തരല്ല, അത് കള്ള ആരാധനയായിട്ടാണ്. യഥാർത്ഥ ആരാധനക്കാര് പടച്ച തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് ആരാധിക്കുന്ന ആളുകളിൽ നിന്ന് തെറ്റുവരൂല. ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും എല്ലീറ്റിലുണ്ട്. ചില ആൾക്കാർ വേഷത്തിൽ മാത്രം ഉണ്ടാവും, കർമ്മത്തിൽ ഉണ്ടാവില്ല. താടിയും രോമൊക്കെ ഉണ്ടാവും, ഒക്കെ ജോറായിട്ടുണ്ടാവും, പക്ഷെ മനസ്സ് കുടിസായിരിക്കും ചിലർക്ക്. പലരും പല കോലത്തിലാ. അപ്പൊ നമ്മള് സൂക്ഷ്മത പുലർത്താൻ വേണ്ടിയാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത്. അപ്പൊ അത് മാത്രോ അല്ല, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്? അല്ലദീ ജഅല ലക്കുമുൽ അർള, അല്ലദീ, അവൻ ഒരുത്തനാണ്, ജഅല ലക്കും, അവൻ നിങ്ങൾക്ക് നിർമ്മിച്ചു തന്നിരിക്കുന്നു, ഉണ്ടാക്കി തന്നിരിക്കുന്നു, അൽ അർള, ഭൂമിയെ, ഫിറാശൻ, ഒരു വിരിപ്പായിട്ട്, വസമാ, ആകാശത്തെ, ബിനാഅൻ, ഒരു മേൽപ്പുരയായിട്ടും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. വഅൻസല മിനസ്സമാഇ മാഅ, ആ ആകാശത്തു നിന്നും അല്ലാഹു നിങ്ങൾക്ക് വെള്ളം പുറപ്പെടുവിച്ചു തന്നിരിക്കുന്നു, കുടിക്കാനും കൃഷിക്കും മറ്റുള്ള സകല ഉപയോഗത്തിനും. ഫഅഖ്റജ ബിഹി മിനത്തമറാത്തി റിസ്ഖൻ ലക്കും, ഫഅഖ്റജ ബിഹി, ആ മഴവെള്ളം കൊണ്ട് അവൻ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുന്നു, മിനത്തമറാത്തി റിസ്ഖൻ ലക്കും, കായ്ക്കനികളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുന്നു, പുറപ്പെടുവിച്ചു തന്നിരിക്കുന്നു. അങ്ങനത്തെ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അങ്ങനത്തെ അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ, തുല്യന്മാരെ സൃഷ്ടിക്കരുത്. ആ പടച്ചവനെ പോലെ അറിയുന്നവരുണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത്. ആ പടച്ചവനെ പോലെ കേൾക്കുന്നവരുണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത്. ആ പടച്ചവനെ പോലെ കാണുന്നവരുണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത്. ആ പടച്ചവനെ പോലെ സൃഷ്ടിക്കുന്നവരുണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത്. ആ പടച്ചവനെ പോലെ സംരക്ഷിക്കുന്നവരുണ്ട് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. വലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, പടച്ച തമ്പുരാന് നിങ്ങൾ സമന്മാരെ, തുല്യന്മാരെ സൃഷ്ടിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. അവിടെ അടിവരട്ട് മനസ്സിലാക്കേണ്ടതാണ്. ലോകത്ത് ശിർക്ക് ചെയ്യുന്ന 90% ആളുകളും അറിഞ്ഞുകൊണ്ടാണ്. മുസ്ലിമാണെന്ന് വാദിച്ചു നടക്കുന്ന ആളുകൾ പോലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് പലതരത്തിലുള്ള ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആൾക്കാരാണെന്ന് അവർ പറഞ്ഞ് അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. അതാ ഖുർആൻ പറയുന്നത്, വലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ സൃഷ്ടിക്കരുത്. വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട്, മനഃപൂർവ്വം. അതാ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പടച്ചവനെ ആരാധിക്കേണ്ടത്? ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നത് അല്ലാഹുവാണ്. അപ്പൊ അതിന് നന്ദിയായി കൊണ്ട് നമ്മൾ അവനെ ആരാധിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ വെള്ളത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരു തുള്ളി വെള്ളം നമ്മുടെ കയ്യിൽ വല്ല ഉപകരണം ഉണ്ടാവും. ഭൂമികുലുക്കത്തിന് ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ കഴിയും? കൊടുങ്കാറ്റടിച്ചാൽ
ശാസ്ത്രത്തിനെ നിയന്ത്രിക്കാൻ എന്ത് സംവിധാനമാണ് ഉള്ളത്? നശിച്ചു പോകും. ശാസ്ത്രജ്ഞനടക്കം നശിച്ചു പോകുക എന്നുള്ളതല്ലാതെ ഊതിയാൽ പാറും. അള്ള ഊതിയാൽ പാറിപ്പോകാനേ ഉള്ള ഈ ലോകം മുഴുവൻ. ഭൂമി കുലുക്കം, ഭൂകമ്പം ഉണ്ടായാല് നമ്മുടെ അടുക്കൽ എന്ത് ഉപകരണമാണ് തടയാനുള്ള? ഒന്നുമില്ല. പടച്ചവനോട് കരഞ്ഞു പറയാന്നുള്ളതല്ലാതെ. മനുഷ്യന്മാരെ അഹങ്കാരത്തിന് കണക്കില്ലെങ്കിലും നമ്മള് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ നിസ്സഹായര. നമ്മെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയൂല. ഒരു തുള്ളി വെള്ളം ലഭിക്കാൻ ആകാശത്ത് നിന്ന് വർഷക്കാലത്ത് ഈ വർഷം തന്നെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വെള്ളമില്ലാത്തതിന്റെ പേരിൽ നമ്മളൊക്കെ ഭയപ്പാടില്ല. തുലാവർഷവും കൂടി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ പരിതാപകരമാണ്. കുടിക്കാൻ വെള്ളം ഉണ്ടാവുന്ന മാത്രമല്ല, നമ്മൾ ഇരുട്ടത്ത് കറണ്ട് ഇല്ലാതെ ഇരുട്ടത്ത് കഴിയേണ്ട അവസ്ഥ വരും. ഇതാ നമുക്ക് വരാൻ പോകുന്നത്. ഈ അള്ളാഹ് നമുക്ക് വെള്ളം തന്നതിന്റെ പേരിൽ നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ? ഇല്ല. ആ കാര്യം അള്ളാഹ് നമ്മളോട് ചോദിക്കുന്നു. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. സൂറത്തുൽ വാഖിയ 68 മുതൽ 70 വരെ അടങ്ങുന്ന വചനങ്ങള്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, മേഘത്തിൽ നിന്നും ആ വെള്ളം ഇറക്കിയത് നിങ്ങളാണോ? അമ്മ ചോദിക്കാം നമ്മളോട്. അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാം ആണോ? നമുക്ക് വല്ല പങ്കുണ്ടാ? മഴയില് ഒന്നുമില്ല, കിട്ടിയെടുക്കാം. കിട്ടിയില്ലെങ്കിലോ അത് കഷ്ടപ്പെടും. ലൗ നശാഉ ജഅൽനാഹു ഉജാജ, ലൗ നശാഉ, നാം എങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ജഅൽനാഹു ഉജാജ, ആ മഴവെള്ളത്തെ നമ്മള് കയ്പുള്ള ഉപ്പുവെള്ളമാക്കി മാറ്റുമായിരുന്നു. പക്ഷെ അള്ളാഹു ചെയ്തില്ലല്ലോ. വളരെ ശുദ്ധമായ വെള്ളമാണ് നമുക്ക് ഇറക്കി തരുന്നത്. ഫലൗലാ തഷ്കുറൂൻ, അമ്മ ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല? എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല? അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ല. ഒരു മഴ പെയ്യുമ്പോൾ പോലും ഒരു അൽഹംദുലില്ലാ ചൊല്ലാൻ നമ്മുടെ ആളുകൾക്ക് മടിയാണ്. അത് അള്ള ചോദിക്കുന്നത്. ഫലൗലാ തഷ്കുറൂൻ, ഈ വെള്ളമുള്ള ആളുകളെ തടഞ്ഞു വെച്ചിട്ട് മറ്റുള്ളവർക്ക് വെള്ളമൊക്കെ പൊതുസ്വത്താണ്. വെള്ളം പൊതുസ്വത്ത്, അത് വിൽക്കാൻ പാടില്ല. ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. പക്ഷെ ഒരാള് പൈപ്പ് വെച്ചിട്ട് അതിന് ചെലവ്, അയാൾക്ക് വല്ല കിണറ്റിന്നൊക്കെ മോട്ടർ വെച്ചിട്ട് എടുക്കാൻ ചെലവ്, പെട്രോളിനും ഡീസലിനൊക്കെ ചെലവ് വേണ്ടി വരും. ആ ചെലവ് വാങ്ങാന്നുള്ളതല്ലാതെ വെള്ളത്തിന് കൂലി വാങ്ങാൻ പാടില്ല. ഇസ്ലാം അള്ളാഹുവിന്റെ പൊതുസ്വത്താ വെള്ളം. അപ്പൊ ഈ നിലക്ക് അതാണ് അള്ളാഹു ചോദിക്കുന്നത്. ഫലൗലാ തഷ്കുറൂൻ, എന്തുകൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല? ഈ വെള്ളം തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അത് അള്ളന്നെ പറയാണ്. നമ്മൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതാണ് നാം ആ വെള്ളത്തെ പോക്കിക്കളഞ്ഞിരുന്നു. നമ്മക്ക് വെള്ളം കിട്ടുന്നത് എന്തുകൊണ്ടാ? ആ വെള്ളം ഈ ഭൂമിയിൽ തങ്ങി നിന്നത് കൊണ്ടാണ്. ഈ പെയ്യുന്ന മഴ മുഴുവൻ കീഴ്പോട്ട് ആഴ്ന്നിറങ്ങി പോവുകയാണെങ്കിൽ ഭൂമിയിൽ നിൽക്കാതെ, നമ്മുടെ പിടുത്തത്തിൽപ്പെടാതെ കീഴ്പോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഈ ഭൂമിയിൽ ഒരു ജീവജാലവും ജീവിക്കൂല. വെള്ളം എന്തായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, സൂറത്ത് അംബിയായിൽ പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ? മിനൽമായി കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. ശാസ്ത്രവും തന്നെ ജീവനുള്ള മുഴുവൻ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. അപ്പൊ ആ വെള്ളം തടഞ്ഞു വെക്കാൻ ഒരാൾക്കും അവകാശമില്ല. അതാ അള്ളാഹു ചോദിക്കുന്നത്. وأنزلنا من السماء ماء بقدر وأسكناه في الأرض وإنا على ذهاب به لقادرون. സൂറത്തുൽ മുഅ്മിനൂന 18-ാം വചനം.
വഅൻസൽനാ മിനസ്സമായി മാഅൻ ബിഖദരിൻ, തീർച്ചയായും വഅൻസൽനാ മിനസ്സമായി, ആകാശത്തു നിന്ന് നാം ഇറക്കി മാഅൻ വെള്ളത്തെ, എങ്ങനെ, ബിഖദരിൻ ഒരു കണക്കനുസരിച്ച്. നോക്കിങ്ങള്, ഒരാഴ്ച മുഴുവൻ രാവും പകലും മഴയാണെങ്കിൽ ഈ ഭൂലോകം മുഴുവൻ വെള്ളത്തിന്റെ അടിയിലാവും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് മാഅൻ ബിഖദരിൻ, ഒരു കൃത്യ കണക്കനുസരിച്ച് അള്ളാഹ് മഴ ഇറക്കുന്നത്, വെള്ളം ഇറക്കുന്നത്. ഇനി ഇറക്കിയിട്ട് ആ വെള്ളം കീഴ്പോട്ട് ഇറങ്ങി പോകുന്നുണ്ടല്ല. ഫഅസ്കന്നാഹു ഫിൽ അർളി, ഭൂമിയിൽ അതിനെ നാം തങ്ങി നിർത്തി എന്ന് പറഞ്ഞാൽ, അതിനെ താമസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിയിൽ അതിന് കീഴ്പോട്ട് പോകാതെ അതിനെ നിലനിർത്തി. വൈൻഡാല, അതുകൊണ്ട് വെള്ളമുള്ള ആളുകൾ അഹങ്കരിക്കണ്ട. വൈൻഡാല ആ വെള്ളത്തെ ഇല്ലായ്മ ചെയ്യാൻ, നോക്കിക്കളയാൻ നാം കഴിവുള്ളവനാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ വെള്ളമുള്ള ആളുകള് ആ വെള്ളത്തിന്റെ പേരില് നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർ അതുകൊണ്ട് സഹായിക്കലും, ദാനധർമ്മ സാമ്പത്തികമായിട്ടുള്ള നന്ദി കാണിക്കൽ ആഘോഷത്തിലാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കുക, പടച്ചവൻ പറഞ്ഞതനുസരിച്ചൊക്കെ ചെയ്യുക. ഇതാണ്. അപ്പൊ ഈ നിലക്ക് വെള്ളമുള്ള ആളുകള്, ഇതിന്റെ അടുത്ത് ഒരുപാട് വെള്ളമുണ്ട്, വറ്റിപ്പോകാത്ത കിണറുണ്ട് എന്ന് വിചാരിച്ച് അഹങ്കരിച്ചിരിക്കല്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം. അതല്ലാതെ വെറുതെ ഉള്ള കുറെ ചെടിയൊക്കെ നട്ടുകാണ്ട് അത് നനച്ചിട്ട് ഒരു തുള്ളി വെള്ളമില്ലാത്ത കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആൾക്കാരുണ്ട്. നമ്മൾ തൗഹീദും ദീനൊക്കെ പറയുന്ന ആൾക്കാർ തന്നെ ഈ കോലത്തിലുള്ള ഒരുപാടുണ്ട് നമ്മളെ പോലത്തോലൊക്കെ. അത് ലോകം അങ്ങനെയാണ്. വലിയ വലിയ വസ്തുവൊക്കെ പറയും, ഒരു തുള്ളി വെള്ളം ആർക്കും കുടിക്കാണ്ടാവില്ല, എന്നിട്ട് മിറ്റത്തെ ചെടി അനക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ ചെലവാക്കുക. ലോകത്ത് എവിടെയും വെള്ളമില്ലാത്ത കാലത്ത് ചെടി അനക്കൽ തന്നെ ഹറാമാ. അത് മനസ്സിലാക്കണം നിങ്ങള്. ഒന്നാമത്തെ പരിഗണന മനുഷ്യനാ. ഖലഖലകും മാ ഫിൽ അർളി ജമിഅ, ഈ ഭൂമിയിലുള്ള മുഴുവൻ സകല വസ്തുക്കളും അല്ലാഹു സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാ. അതാ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണം, ഇവിടുന്ന് ആരെയും ഉമ്മാന്റെ വയറ്റിന്ന് പോകുന്നപ്പോ ആരെങ്കിലും ഭക്ഷണമായിട്ട് പോന്നിരുന്ന ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുല്ലും വൈക്കോലല്ലല്ലോ മനുഷ്യൻ തിന്നുന്നത്. ഈ ഭൂമുഖത്തുള്ള ഏറ്റവും നല്ല വസ്തുവാണ് മനുഷ്യൻ ഭക്ഷിക്കുന്നത്. എടുത്തു പറയുന്നത് ചെയ്തു. സൂറത്ത് അൻഫാല് 26-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറഞ്ഞെന്താ, നിങ്ങൾക്ക് നല്ല വസ്തുക്കളിൽ നിന്നും ഞാൻ അന്നം നൽകി. എന്തിനു വേണ്ടി? ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിച്ച് ജീവിക്കാൻ വേണ്ടി, പടച്ചവന് ശുക്ർ ചെയ്യാൻ വേണ്ടി. ഇതാ ഖുർആൻ പറഞ്ഞത്. വല്യൻളുരിൽ ഇൻസാനു ഇലാ തുആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബ ثم شققنا الأرض شقا وأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. സൂറത്ത് അബസ 24-ാം വചനം മുതൽ 32-ാം വചനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വചനങ്ങൾ. 24 മുതൽ 32 വരെയുള്ള വചനത്തിൽ അല്ലാഹ് പറയാം, ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി, അപ്പോൾ മനുഷ്യൻ അവന്റെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കട്ടെ. അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കുറിച്ച് അവൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിൽ അവന്റെ പങ്ക് എന്താണ്? എങ്ങനെയാണ് അവന് ഭക്ഷണം കിട്ടുന്നതെന്ന് അള്ളാഹ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇതൊക്കെ പഠിച്ചവന് നന്ദി കാണിക്കാൻ വേണ്ടി അള്ളാഹ് വിശദീകരിക്കുന്നത് ഖുർആനിലൂടെ, അല്ലാതെ വെറുതെ നമ്മളെ ഒരു കഥ എന്നുള്ള നിലക്കല്ല. വല്യൻളുരിൽ ഇൻസാനു ഇലാ തുആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബ, എങ്ങനെയാണ് നാം അവന് വെള്ളം ചൊരിഞ്ഞു കൊടുത്തതെന്ന് അവൻ ചിന്തിച്ചു കൊള്ളട്ടെ. സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖാ, അനന്തരം ഭൂമിയെ നാം എങ്ങനെയാണ് പിളർത്തിയതെന്ന് അവൻ ചിന്തിക്കട്ടെ. ഫഅംബത്നാ ഫീഹാ ഹബ്ബാ,
അതിൽ എങ്ങനെയാണ് നാം ധാന്യങ്ങളെ മുളപ്പിച്ചതെന്നും അവൻ ചിന്തിക്കട്ടെ. വഇനബൻ മുന്തിരിയെയും വഖൽബ പച്ചക്കറിയെയും വസൈത്തൂനൻ ഒലീവ് മരത്തെയും വനഖ്ല ഈത്തപ്പനയെയും ഇതൊക്കെ എങ്ങനെ നാം മുളപ്പിച്ചതെന്ന് അവൻ ചിന്തിച്ചു നോക്കട്ടെ. വഹദായിഖ ഗുൽബാ തിങ്ങി വളരുന്ന തോട്ടങ്ങളും വഫാഖിയതൻ പഴങ്ങളും വഅബ്ബ പുല്ലും അല്ലെങ്കിൽ കാലിത്തീറ്റയും ഇതൊക്കെ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് അവൻ ചിന്തിച്ചു നോക്കട്ടെ. മതാലക്കും വലിയ അന്നാമിക്കും ഇതൊക്കെ അള്ളാഹു ഉൽപ്പാദിപ്പിച്ചത് നിങ്ങൾക്ക് വിഭവമായിട്ടാണ്. വലിയ അന്നാമിക്കും നിങ്ങളുടെ കാലികൾക്കും. അപ്പൊ ഇതിനൊക്കെ നന്ദി കാണിക്കണം എന്നാ അള്ളാഹു പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ ആവർത്തിച്ച് അല്ലാഹു പറയുന്നു, കുലൂമിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിന്നും നല്ലതിനെ നിങ്ങൾ ഭക്ഷിക്കുക. വഷ്കുറൂ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രം തിന്നു കുടിച്ചാൽ പോരാ, മറ്റുള്ളവരെയും ഭക്ഷിക്കണം. ويطعمون الطعام على حبه مسكينا ويتيما واسيرا انما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. ويطعمون الطعام അവർ ഭക്ഷിപ്പിക്കും അലാ ഹുബ്ബിഹി അതിനോട് സ്നേഹമുണ്ടായിരിക്കെ കൊതിയുണ്ടായിരിക്കെ. ഒരു ഭക്ഷണത്തിനോട് തനിക്ക് വളരെ കൊതിയുണ്ട്, അതേ ഭക്ഷണം മറ്റുള്ളവരും ഭക്ഷിപ്പിക്കുന്നു. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഞാൻ വേറെ കൊടുക്കുവോ? ഇതാ ഖുർആൻ പറഞ്ഞത്. ആർക്കൊക്കെ? ആർക്കൊക്കെ ഭക്ഷിപ്പിക്കും? അനാഥക്ക്, മിസ്കീന്, ദരിദ്രന്, ബന്ധനസ്ഥന്, ഇവരൊക്കെ ഭക്ഷിപ്പിക്കും. ലോകമാന്യത്തിനും ജനങ്ങള് വളരെ ധർമ്മിഷ്ഠനാണെന്ന് ലോകത്ത് പേരെടുക്കാൻ വേണ്ടിയല്ല. അവരുടെ മനസ്സിലുള്ള എന്താ? ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടാണ്. നന്ദി മുഴുവൻ അള്ളാഹുവിനാ, കുട്ടികൾക്ക് നന്ദിയുണ്ട്. അത് ഉള്ള ആളുകള് അത് പിന്നെ മറ്റുള്ള വിഷയവുമായി ബന്ധപ്പെടുന്ന നമുക്ക് അങ്ങേയറ്റം നന്മ ചെയ്ത ആളുകൾക്ക് നന്ദി കാണിക്കേണ്ടതുണ്ട്. അതിപ്പോ നമ്മള് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മാതാപിതാക്കളും ഗുരുനാഥന്മാര് പോലെയുള്ള ആളുകൾക്ക് അവരുമായി ബന്ധപ്പെടുന്ന കാര്യമായതുകൊണ്ട് നമ്മളിപ്പോ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നിലക്ക് നമ്മുടെ ഭക്ഷണം, ഈ ഭക്ഷണം അള്ളാഹു നൽകിയത്, ആ നൽകിയ കാര്യത്തില് നമ്മൾ അള്ളാഹുവിന് എത്ര നന്ദി കാണിച്ചാലും മതിയാകത്ത. അതുപോലെ തന്നെയാണ് എന്ത് വിജ്ഞാനം, എഴുതാനും വായിക്കാനും. ലോകത്ത് മനുഷ്യരല്ലാത്ത ഏതെങ്കിലും ജീവികൾക്ക് നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം മനുഷ്യർക്കല്ലാതെ എഴുതാനും വായിക്കാനുള്ള കഴിവല്ല നൽകിയിട്ടില്ല. നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത് വിജ്ഞാനം, മൊത്തത്തില് വിജ്ഞാനം. അള്ളാഹു ഈ ലോകത്ത് ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം വിജ്ഞാനാണ്. സമ്പത്തുമല്ല, ആരോഗ്യമല്ല, വിജ്ഞാനമാണ്. അത് അള്ളാഹു നൽകുന്നതാണ്. മറ്റൊരു പരീക്ഷണ. സമ്പത്തും ആരോഗ്യത്തെ പരീക്ഷണ. പക്ഷെ വിജ്ഞാനം അള്ളാഹു ആർക്കേ നൽകുള്ളൂ, അത് അനുഗ്രഹിച്ചേ നൽകുള്ളൂ. പരീക്ഷണം എന്നുള്ള നിൽക്കല്ല വിജ്ഞാനം നൽകല്. പക്ഷെ വിജ്ഞാനം നൽകപ്പെട്ട ആളുകള് അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെക്കാളും കുറ്റക്കാരായി മാറും പടച്ചവന്റെ കോടതിയിൽ. സൂറത്തുൽ ബഖറ 269 വചനത്തിൽ അല്ലാഹു അരുളിയത് അപ്രകാരം, വല്ലവനും വിജ്ഞാനം നൽകപ്പെട്ടാൽ അവന്
ഒരുപാട് നന്മകൾ നൽകപ്പെട്ടിരിക്കുന്നു. അതാണ് അള്ളാഹ് പറഞ്ഞത്. ഖൈറായ വിജ്ഞാനത്തില് ഏറ്റവും വലിയ വിജ്ഞാനി പണ്ഡിതൻ എന്ന് ആർക്കേ പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും 4 ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തവരൊന്നല്ല പണ്ഡിതൻ. ആരാ പണ്ഡിതൻ? തൗഹീദുള്ള, ഖുർആൻ പഠിച്ച, ഖുർആനും പ്രവാചകചര്യയും സത്യസന്ധമായ നിലയിൽ പഠിച്ച് പ്രബോധനം ചെയ്യുന്ന അവരാണ് പണ്ഡിതൻ. അവർക്ക് പണ്ഡിതൻ എന്ന് പറയുള്ളൂ. അതിനൊരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. സൂറത്ത് അൻകബൂത്ത് വിഷയത്തിൽ ബന്ധപ്പെട്ടതല്ലെങ്കിലും മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാഅ കമസലിൽ അൻകബൂത്ത് ഇത്തഖദത് ബൈതൻ ഫഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്തി ലൗ കാനൂ യഅലമൂൻ അല്ലാഹു യഅലമു മാ യദഊന മിൻ ദൂനിഹി മിൻ ശൈഇൻ വഹുവൽ അസീസുൽ ഹകീം വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാഅ. അല്ലാഹുവിന് പുറമെ രക്ഷകന്മാരെ സ്വീകരിച്ച ആൾക്കാരുണ്ട്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളും കഷ്ടപ്പാടൊക്കെ വന്നാൽ അല്ലാഹു അല്ലാത്ത ശക്തികളെ സഹായിക്കുമെന്ന് അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുകയും അവരെ തവക്കുലാക്കി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ കുറിച്ച് അല്ല പറഞ്ഞത്. അവർക്കുള്ള ഉപമ കമസലിൽ അൻകബൂത്തി, എട്ടുകാലിയെ പോലെ. അപ്പൊ ഒരു പ്രശ്നവും പ്രയാസവും ജീവിതത്തിൽ വരുമ്പോൾ അല്ലാഹു അല്ലാത്ത സൃഷ്ടികളെ സമീപിച്ച് അവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരുടെ ഉപമ അല്ല പറഞ്ഞെന്താ? കമസലിൽ അൻകബൂത്തി, എട്ടുകാലിയെ പോലെ. തഹദത്ത് ബൈത്തൻ, ആ എട്ടുകാലി ഒരു വല ഉണ്ടാക്കി, വീടുണ്ടാക്കി. എട്ടുകാലിന്റെ വീട് എന്നാണ് വലയുള്ള. വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട്. ആരെങ്കിലും ഒന്ന് ഊർജോ? വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് ഏതാ? എട്ടുകാലി വലയാണ്. ലൗകാനൂ യഅലമൂൻ, ഈ യാഥാർത്ഥ്യം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. അപ്പൊ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവന്റെ വില എത്രയുള്ള? എട്ടുകാലി വലന്റെ വില അതിനുള്ളൂന്ന്. അപ്പൊ ആ ദുർബലാണ്, അവന്റെ പ്രാർത്ഥന ദുർബലാണ്, അത് സഹായിക്കാൻ അവർക്ക് കഴിയൂല. ശേഷം അല്ല പറയാ ഇന്നല്ലാഹ യഅലമു മാ യദഊന മിൻ ദൂനിഹി മിൻ ശൈഇൻ. അല്ലാഹു അല്ലാത്ത ഏതൊരു ശക്തിയോട് പ്രാർത്ഥിക്കുന്നതും അല്ലാഹു അറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹ് അശ്രദ്ധനാണ് നിങ്ങൾ കരുതണ്ട. അല്ലാഹ് അത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വഹുവൽ അസീസുൽ ഹകീം, അവൻ പ്രതാപശാലിയാണ്, യുക്തിമാനുമാണ്. ഇത്തരം ഉപമകളും ഉദാഹരണങ്ങളും ജനങ്ങൾക്ക് നാം വിശദീകരിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? പണ്ഡിതന്മാരല്ലാതെ ചിന്തിക്കൂല. അപ്പൊ തൗഹീദുള്ളവനെ, അള്ളാഹുവിനെ തവക്കുലാക്കി ജീവിക്കുന്നവനെ ഇൽമ് പണ്ഡിതൻ എന്ന് പറയാവുന്ന ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇത്തരം വചനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരല്ല, ആരല്ലാതെ ചിന്തിക്കൂല? ഇല്ലല്ലാലിമൂൻ, പണ്ഡിതന്മാരല്ല. അപ്പൊ ഈ നിലക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിജ്ഞാനം. ആ വിജ്ഞാനത്തില് 1-ാം സ്ഥാനം വിശുദ്ധ ഖുർആനാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വമൻ അല്ലമഹു. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഖൈറുക്കും, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ മൻ തഅല്ലമൽ ഖുർആന വമൻ അല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. ഖുർആനും സുന്നത്തും അറിയാതെ 4 ഫിഖ്ഹിന്റെ കിതാബ് പാരായണം ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾ പണ്ഡിതനാവൂല. അത് അങ്ങനെ ധരിക്കും വേണ്ട. ഈ വിജ്ഞാനം ആപേക്ഷികാണ്. നമുക്കൊക്കെ വളരെ കുറഞ്ഞ വിജ്ഞാനമേ ഉള്ളൂ. വിജ്ഞാനത്തിൽ നിന്ന് വളരെ തുച്ഛമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. എപ്പോഴാണ് ആ വചനം ഇറങ്ങുന്ന അറിയോ?
സഹാബികൾ റൂഹിനെ പറ്റി ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവൻ, ചില തഫ്സീറുകളിൽ അത് പിന്നെ വഹീനെ പറ്റിയാന്നു. ഏതായിരുന്നാലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് യസ്അലൂനക റൂഹി, റൂഹിനെ പറ്റി അതാ താങ്കളോട് ചോദിക്കും. സൂറത്ത് ഇസ്രായിലാണെന്ന് എന്റെ ഓർമ്മ. യസ്അലൂനക റൂഹി, അവരതാ ജീവനെ കുറിച്ച് താങ്കളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ഖുലിർ മിൻ അംരി റബ്ബി, നബിയെ പറഞ്ഞു കൊടുക്കുക, അർറൂഹു മിൻ അംരി റബ്ബി, ജീവൻ എന്ന് പറയുന്ന എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, വിജ്ഞാനത്തിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ ഒരു പണ്ഡിതനും വിജ്ഞാനത്തിന്റെ പേരിൽ ഇവിടെ അഹങ്കരിക്കാൻ ആർക്കും അവകാശമില്ല. അപ്പൊ വിജ്ഞാനമുള്ള ആളുകള് പടച്ചവന് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ വിജ്ഞാനം സത്യസന്ധമായിട്ട് അത് പൂഴ്ത്തിവെക്കാതെ യാഥാർത്ഥ്യം ജനങ്ങളോട് പറയുക. ഇന്നത് പറഞ്ഞാൽ സമൂഹത്തില് ഭൗതികമായ മുതലെടുപ്പ് എനിക്ക് നഷ്ടപ്പെടും എന്ന് ഭയപ്പെട്ടുകൊണ്ട് നേരുമറിയാത്ത നല്ലൊരു വിഭാഗം പണ്ഡിതന്മാര് ഇന്നും ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. നേരുമറിയാതെ അള്ളാഹുവിന്റെ തൗഹീദ് ഊറ്റിവെച്ചുകൊണ്ട് പ്രവാചകന്റെ യഥാർത്ഥമായ സുന്നത്ത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അനാചാരങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുകയും അതിന്റെ പേരിൽ ധാരാളം മുതലെടുപ്പുകൾ, ഭൗതികമായ മുതലെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പ്രമാണം ഖുർആനും സുന്നത്താണ്. അപ്പൊ അള്ളാഹുവിന്റെ പണ്ഡിത നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കണ്ട വാന്തും താങ്കൾ അറിഞ്ഞുകൊണ്ട് സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കാം, നിങ്ങൾ സത്യം അസത്യവുമായി കൂട്ടിക്കലർത്തരുത്. സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, പക്ഷെ അറിയാത്ത ആൾക്കാരല്ല, സത്യം പൂഴ്ത്തി വെക്കുന്ന പലരും ആ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നിലക്ക് വേദക്കാരെ സംബന്ധിച്ചാണ് അത് പറഞ്ഞത്. എന്തിനാ? നമുക്കും ബാധകമാണ്. അവർക്ക് മാത്രമായിട്ട് ആയത്തില്ല. അവരെ വേദക്കാരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വചനം ഖുർആനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കും കൂടി പാടായിട്ടാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എഴുതാനും വായിക്കാനുള്ള കഴിവ്. സൂറത്ത് അലക്ക് 3-ാമത്തെ വചനം, ഇഖ്റ, നബിയെ വായിക്കുക. റബ്ബുക്കൽ അക്റം, നിന്റെ രക്ഷിതാവ്, താങ്കളുടെ രക്ഷിതാവ് അത്യുദാരനാകുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ. അപ്പൊ പേന കൊണ്ട് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ജനങ്ങൾക്ക് കാര്യങ്ങള് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുകയും കാര്യങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനുള്ള കഴിവ് നൽകുകയും ചെയ്തു. ആ അല്ലമഹു, അവനെ പഠിപ്പിച്ചു അള്ളാഹു, അൽ ബയാൻ, കാര്യങ്ങൾ വിശദീകരിക്കാൻ. അപ്പൊ വിജ്ഞാനമുള്ള ആളുകള് ആ വിജ്ഞാനം മറച്ചു വെക്കാതെ അത് ജനങ്ങൾക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കണം. അതാണ് വിജ്ഞാനമുള്ള ആളുകൾ പടച്ച തമ്പുരാനോട് കാണിക്കുന്ന നന്ദി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ സമ്പത്ത് എന്നുള്ളത് 2-3 നിലക്കാണ് വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒന്ന് പരീക്ഷണം. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. സൂറത്ത് തഗാബുൻ 15-ാമത്തെ വചനം. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്നത്തുൻ, നിങ്ങളുടെ സമ്പത്തുക്കളും സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാണ്. ആ നിലക്ക് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് ദുനിയാവിലെ അലങ്കാരമായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മാലുവൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ, സന്താനങ്ങളും സമ്പത്തും ദുനിയാവിലെ പരീക്ഷണങ്ങളാണ്.
അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്റെ രക്ഷിതാവ് അവനെ പരീക്ഷിക്കുകയോ അവനെ ആദരിക്കുകയും അവന് ഐശ്വര്യം നൽകുകയും ചെയ്താൽ അവൻ പറയും എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്. അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ പോകുന്നു. ആ തോന്നൽ ശരിയല്ല, അതൊരു പരീക്ഷണമാണ്. മറിച്ച് അവന്റെ രക്ഷിതാവ് അവനെ പരീക്ഷിക്കുകയും അവന്റെ ഭക്ഷണത്തെ അവന്റെ മേൽ കുടിച്ചാക്കുകയും അപ്പോൾ അവൻ പറയും എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവന് തോന്നും അങ്ങനെ. ആ രണ്ട് തോന്നലും ശരിയല്ല. സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാര് അള്ളാഹു എന്നോട് താല്പര്യമുള്ളത് കൊണ്ടാണ് എനിക്ക് ധനം തന്നത് എന്ന് ചിന്തിക്കാൻ പാടില്ല. അതില്ലാത്ത ആൾക്കാർ എന്നോട് വിരോധമായത് കൊണ്ടാണ് എനിക്ക് നൽകാതിരുന്നത് ചിന്തിക്കാൻ പാടില്ല. തന്റെ സന്താനങ്ങളെ ഉപദേശമാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലെ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിരാശപ്പെടുന്നവരില്ല. ആരല്ലാതെ? ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിഷേധികളല്ലാതെ. അപ്പൊ നിഷേധികളെ അള്ളാഹുവിന്റെ 10 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടൂലാന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാതിരിക്കരുത്. ചിലപ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാതിരിക്കാൻ കാരണം അള്ളാഹു മനസ്സിലാക്കിയത് നമുക്കറിയില്ല. ചിലപ്പോ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടല് വളർന്ന വഴിയിൽ കൂടെ ആയിരിക്കും, വേറൊരാളുടെ കൂടെ ആയിരിക്കും. അതിനൊക്കെ സാധ്യത ചിലപ്പോൾ കാലം വൈകിന്ന് വരും. അതിനുള്ള ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിസ്കരിച്ചു. കാലം കുറെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബത്തിന്റെ അടുക്കൽ നിസ്കരിച്ച് സുജൂദിൽ പോയപ്പോൾ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. അബൂജഹൽ അടക്കമുള്ള 6-7 ഖുറൈശി പ്രമാണിമാര് മുന്നിൽ വെച്ച് നബി കഅബത്തിന്റെ അടുക്കൽ വെച്ച് നിസ്കരിക്കുക. ഇവർക്ക് ഏതോ ശബ്ദം ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ മുഴുവൻ പ്രവാചകന്റെ കഴുത്തിൽ സുജൂദിൽ കിടക്കുന്ന പ്രവാചകന്റെ കഴുത്തിൽ കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കഷ്ടപ്പെടും, തല ഉയർത്താൻ കഴിയാതെ. ഒരു പറയണ്ടേ കറാമത്തോണ്ടൊക്കെ ഇല്ലാതാവുന്നു. ആവൂല, അത് അള്ളാഹ് വിചാരിക്കുമ്പോഴേ നടക്കുള്ളൂ. വജിതത്തോണ്ടും കറാമത്തോണ്ടൊക്കെ ഉള്ള കഴിവുകള് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോഴേ പറ്റുള്ളൂ. അള്ളാഹ് ഉദ്ദേശിക്കാൻ ഒന്നും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ നിലക്ക് തല ഉയർത്താൻ പറ്റാത്തത് ഫാത്തിമ റളിയല്ലാഹുവിന്റെ പ്രവാചകന്റെ പുത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹുവിനെ വന്നിട്ട് എടുത്തു മാറ്റിയിട്ടാണ് നബി സുജൂദും തല ഉയർത്തിയത്. ആ സന്ദർഭത്തില് പ്രവാചകൻ 6-7 ആൾക്കെതിരിൽ പ്രാർത്ഥിച്ചു അവിടെ വെച്ചിട്ട്, അല്ലാഹുവേ, ഖുറൈശികൾ എന്നെ കൊണ്ട് ഈ ചെയ്ത കളി നീ കണ്ടിട്ടുണ്ടല്ലോ. നബി അവർക്ക് ദ്രോഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അള്ളാഹുവിനോട് തന്റെ നിസ്സഹായാവസ്ഥ ചെയ്ത ആ ദ്രോഹത്തെ കുറിച്ച് അള്ളാഹുവോട് കൈയുയർത്തി പ്രാർത്ഥിക്കുകയും അവിടെ കൂടിയ എല്ലാ ആളുകളും ബദർ രണാങ്കണത്തില് ഷഹീദായപ്പോഴാണ് നബി അത് എടുത്തു പറയുന്നത്. ആ കുലൈബില്, ആ ഒട്ടകത്തില് ആ എല്ലാ ആളുകളെ മയ്യത്ത് ഇടുകയാണ് ചെയ്തത്. അപ്പൊ ആ നിലക്ക്, പക്ഷെ ഈ സംഭവം ബദർ ഉണ്ടാകുന്നതിന് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം, മദീന ഹിജ്റക്ക് ശേഷമല്ലേ സംഭവം ബദറൊക്കെ ഉണ്ടായിട്ട്. പക്ഷെ എന്താ അതിന്റെ മുമ്പ് മക്കയിൽ വെച്ച് സംഭവിച്ച അതിന്റെ അള്ളാഹു നബിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന എപ്പോഴാ? ബദർ രണാങ്കണത്തിൽ വെച്ചിട്ടാ. അപ്പൊ ചിലപ്പോ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ ചിലപ്പോ കാലം വൈകിയേക്കാം. എങ്കിലും പ്രാർത്ഥന, പഠിച്ചവന്റെ അനുഗ്രഹത്തിന് നിരാശപ്പെടരുത്. അപ്പൊ ഈ നിലക്ക് സമ്പത്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മള് സമ്പത്ത് നിന്നാണ് ഈ വിഷയത്തിന് പോയത്. സമ്പത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട് വരും, പരീക്ഷണം എന്ന നിലക്ക് തരും. ദുനിയാവിലെ
അനുഗ്രഹം എന്ന നിലക്ക് വരും. സഹാബത്തിനും സമ്പന്നന്മാരുടെ അത്രമാനുവിനെ ഉത്തരവിയാവു ഏറ്റവും അവരൊക്കെ ഉള്ളിടത്തോളം ആളുകളെ കഴിയുന്നിടത്തോളം സഹായിച്ചു. അതുപോലെ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു നല്ല സമ്പന്നനായിരുന്നു. പലപ്പോഴും മുസ്ലിങ്ങൾക്ക് പല വസ്തുക്കൾ വാങ്ങാനൊക്കെ തണിയായത് ഇവരായിരുന്നു. അപ്പൊ തബൂക്ക് യുദ്ധം വന്നതോടുകൂടിയാണ് അബൂബക്കർ റളിയല്ലാഹു ദരിദ്രനാകുന്നത്. അക്കാലത്ത് ആദ്യ കാലഘട്ടത്തില് സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചെങ്കിലേ അന്ന് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നിലനിൽപ്പുണ്ടായിരുന്നുള്ളൂ. അന്ന് മുഴുവൻ ചെലവഴിക്കാനായിരുന്നു ഖുർആന്റെ ആഹ്വാനം. പിന്നീട് ഇസ്ലാമിന്റെ ബൈത്തുൽമാലൊക്കെ പുഷ്ടിപ്പെടുകയും മുസ്ലിങ്ങൾ സാമ്പത്തികമായി ശേഷി വരികയും ചെയ്തപ്പോഴാണ് ആ മുഴുവൻ ഒന്നായിട്ട് ചെലവഴിക്കുന്ന സമ്പ്രദായം ഇസ്ലാം റദ്ദ് ചെയ്തു. ഈ ആയത്തൊക്കെ യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അവരതാ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കുലിൽ അഫ്വ, ഗതിയെ പറയുക, ഇഷ്ടമുള്ളത് മുഴുവൻ. ആ കാലത്ത് ആ ഹുക്കുമെ ചില ആൾക്കാർ ഇപ്പോഴും പറയാറുണ്ട്. എല്ലാ കാലത്തിനും ബാധകമല്ല. അപ്പൊ അത് നെസ്ഖ് ചെയ്തു. കാരണം എന്താ, അത് ആ കാലത്തേക്ക് അത് ആവശ്യമായിരുന്നു. അന്ന് ഇസ്ലാമും മുസ്ലിങ്ങളും നിലനിർത്താൻ അത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് പിന്നീട് നബി എന്ത് പറഞ്ഞു? ധനം മുഴുവൻ വഖഫ് ചെയ്യാനും വസിയത്ത് ചെയ്യാനും വരുമ്പെട്ട സഹാബത്തിനോട് നബി പറഞ്ഞേക്ക, ഏറിപ്പോയാൽ 1/3 അതെന്നെ അധികമാണ്. കാരണം എന്താ നബി പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ യാചകരാക്കി വിടുന്നതിനും ഭേദം സമ്പന്നരാക്കി വിടലാണ്. അപ്പോ ചില വിഷയത്തിലൊക്കെ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ നിലവാരമല്ല പിൽക്കാലത്ത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യം. അപ്പൊ ഈ നിലക്ക് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ മറ്റുള്ളവരെ സഹായിക്കാം. അവരെ കുറിച്ചാ ഖുർആൻ പറയുന്നത്. الذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون والذين يؤتون ما آتوا, ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരോ അള്ളാഹു നൽകിയതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരോ, ഖുലൂബുഹും വജിലത്തുൻ, അവരുടെ മനസ്സുകള് എന്തുകൊണ്ടാണ് അവർ ദാനം ചെയ്യുന്നത്? പടച്ചവൻ നൽകിയ സമ്പത്തിൽ നിന്ന് സക്കാത്തും സദഖയും നൽകുന്നവര് എന്ന അർത്ഥത്തിലാണ് ഈ ആയത്ത്. സൂറത്തുൽ മുഅ്മിനൂനയിലെ 60ാമത്തെ വചനാണിത്. ഈ 60ാമത്തെ വചനം വല്ലദീന യൗതൂന മാ ആതൗ, ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരോ എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ ദാനത്തിൽ നിന്ന് അതിന്റെ അവകാശികൾക്ക് നൽകുന്നവരോ. എന്തുകൊണ്ട്? ഖുലൂബുഹും വജിലത്തുൻ, അവരുടെ മനസ്സുകൾ ഭയപ്പെടുകയാണ്, പേടിച്ചു വിറക്കുകയാണ്. ഇന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തീർച്ചയായും അവര് തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ്. അവന്റെ മുന്നില് ഈ സമ്പത്ത്, നിന്റെ സമ്പത്ത് കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് അള്ളാഹു ചോദിക്കും. അവരോട് മറുപടി പറയണം എന്ന ഭയം മൂലം അള്ളാഹു നൽകിയ സമ്പത്തുകളിൽ നിന്ന് അതിന്റെ യഥാവിധി ദാനധർമ്മമായിട്ടും സക്കാത്തായിട്ടും സദഖയായിട്ടും നൽകുന്നവരും അത്തരക്കാരായ ആളുകള് നന്മയിൽ വളരെ മുന്നേറിയ ആൾക്കാരാകുന്നു, മുൻപന്മാരാകുന്നു, മുൻകടന്നവരാകുന്നു. അവരതില് മുൻകടക്കുന്നവരുമാകുന്നു. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അക്കൂട്ടർ നന്മയില് ധൃതി കാണിക്കുന്നവരാണ്. വഹും ലഹാ സാബിഖൂൻ, അതിലേക്ക് മുൻകടക്കുന്നവരുമാകുന്നു. വിശുദ്ധ ഖുർആൻ അറിയിക്കുക. ഈ നിലക്ക് ഓരോ കാര്യങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തേണ്ട രൂപങ്ങളും മാനദണ്ഡങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് ഒരു മുള്ളു കുത്തിയാൽ പോലും ക്ഷമിക്ക എന്നതാണ് അള്ളാഹുവിന് അവിടെ നന്ദി കാണിക്കല്. അജമല്ലി അംറിൽ മുഅ്മിൻ, അള്ളാഹുവിന്റെ റസൂൽ ആ കാര്യം പഠിപ്പിച്ചു. ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെയാണ്. അവന് ഒരു നന്മ കൈവന്നാൽ
ശക്കറ, അവൻ നന്ദി കാണിക്കും, അൽഹംദുലില്ലാ പറയും. മറിച്ച് അവന് ഒരു ദുരിതം വന്നു കഴിഞ്ഞാൽ സബറ, അവൻ ക്ഷമിക്കും. ഇതാ. അപ്പൊ ഈ നിലക്ക് സത്യവിശ്വാസികൾക്ക് എന്ന് മാത്രമല്ല ലോകത്തുള്ള ജനങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ഒരറ്റവുമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് കടല്. ലോകത്തിന്റെ 3/4 ഭാഗം കടല, 1/4 ഭാഗേ കരയുള്ളൂ. കോടാനുകോടി ജനങ്ങളെ കടൽ സമ്പത്ത് മത്സ്യത്തെ ആസ്പദമാക്കി വീഴ്ചകൊണ്ടിരിക്കുകയാണ്. പല നാടുകളിലേക്കും കപ്പലിലൂടെയും ബോട്ടിലൂടെയൊക്കെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്, കടൽ വഴിയായിട്ട് യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കടൽ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അക്കാര്യം അള്ളാഹു നമ്മെ അറിയിക്കാം. നിങ്ങൾക്ക് കപ്പലിനെ അവൻ കീഴ്പ്പെടുത്തി തന്നു, സമുദ്രത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തി തരികയും ചെയ്തു അൽ അൻഹാർ, പുഴകളെയും. സൂറത്ത് ഇബ്രാഹിമിലെ 32-ാം വചനം. അതുപോലെ വദറൽ ഫുൽക, കപ്പലിനെ നിനക്ക് കാണാം, മവാഖിറ ഫീഹി, വെള്ളത്തെ കീറിപ്പിളർന്ന് മുന്നോട്ട് പോകുന്നതായിട്ട്. ലഅല്ലകും തഷ്കുറൂൻ, എന്തിനു വേണ്ടി? നിങ്ങൾ നന്ദി കാണിച്ച് ജീവിക്കാൻ വേണ്ടി. സൂറത്ത് നഹ്ലിലെ 14-ാം വചനം. അപ്പൊ കപ്പൽ വെള്ളത്തെ കീറിപ്പിളർന്ന് മുന്നോട്ട് ഗമിക്കുകയാണ്. ഇതൊക്കെ അള്ളാഹുവിന് നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ്. അവരാകുന്ന നിങ്ങൾക്ക് സമുദ്രത്തെ കീഴ്പ്പെടുത്തി തന്നവൻ. എന്തിനു വേണ്ടി? നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംസം, മത്സ്യമാംസം നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി കടലിനെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ധരിക്കാനുള്ള ആഭരണങ്ങൾ കടലിന്റെ ആഴക്കടലിൽ നിന്ന് വാരിയെടുക്കാൻ വേണ്ടിയും കടലിനെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. പക്ഷെ ആഴക്കടലിൽ നിന്നും മുത്തുകളും മറ്റും വാരിയെടുക്കണമെങ്കിൽ മനുഷ്യന്മാർക്ക് അത് വളരെ കഴിവാണ്. സുലൈമാൻ നബി അലി ഇസ്ലാമിയുടെ കാലത്ത് പിശാചുക്കള് ജിന്നുവർഗത്തെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ആ ജിന്നുവർഗം അമൂല്യമായ രത്നങ്ങളും മുത്തുകളൊക്കെ കടലിനടിയിൽ നിന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കൊണ്ടുപോയി കൊടുത്തിരുന്നു എന്ന് വിശുദ്ധ ഖുർആനില് വന്നിട്ടുണ്ട്. സൂറത്ത് അംബിയായിലാണ് എന്റെ ഓർമ്മ. പിശാചുക്കളിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി കടലിൽ മുങ്ങിയിരുന്നു രത്നങ്ങൾ വാരിക്കൊടുക്കാൻ വേണ്ടി. അതല്ലാത്ത പ്രവർത്തനങ്ങളും അവർ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ചെയ്തു കൊടുത്തിരുന്നു എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ നിലക്ക് മനുഷ്യര്, അള്ളാഹു മനുഷ്യന് ചെയ്തു കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ് കടല്. കടലിലും അതിലെ മത്സ്യസമ്പത്തും അതിലെ വാഹനങ്ങളും ഒക്കെ. അതുപോലെ അള്ളാഹു ചെയ്തു കൊടുത്ത സൂര്യചന്ദ്രന്മാരെയും രാവിനെയും പകലിനെയും നമുക്ക് അള്ളാഹു കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, പതിവായി, ഒരു ദിവസമല്ല, ഒരു ദിവസം തെറ്റാതെ സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ദായിബേനി, പതിവായി, ഒരു ദിവസമല്ല, പതിവായി, ഒരു ദിവസം തെറ്റാതെ. രാവിലെയും പകലിനെയും നിങ്ങൾക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു. മാത്രല്ല, നിങ്ങൾ ചോദിച്ചത് മുഴുവൻ
അള്ളാഹു നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇങ്ങനെ പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ അതിന് പരിധിയില്ല. പക്ഷേ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? സൂറത്ത് ഇബ്രാഹിം 33-34 വചനാണ്. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലമലൂമൻ, വളരെ അക്രമിയും ദ്രോഹിയുമാണ്, കഫാർ, നന്ദി കെട്ടവനുമാണ്. ഒരു രണാകണത്തിലേക്ക് ഓടുന്ന ഒരു കുതിരയുടെ നന്ദി പോലും മനുഷ്യനില്ല എന്നാണ് ഒരു ചെറിയ സൂറത്ത് അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാന് ഓതി വെച്ചത് ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. രണാകണത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുതിര, കിതച്ച് ഓടിക്കൊണ്ടിരിക്കുന്നവ തന്നെയും, കിതച്ച് ഓടിക്കൊണ്ടിരിക്കുന്നവ തന്നെയാണ്. സത്യം ചെയ്തിട്ട് അള്ള പറയാം. തന്നിമിത്തം തീപ്പൊരി പറപ്പിക്കുകയും, കുതിരകൾ ഈ മലമ്പാതയിലൂടെ കിതച്ചോടുമ്പോൾ കുളമ്പുകൾ പാറയിൽ ഇടിച്ച് തീപ്പൊരി പറപ്പിക്കുക. ആ യജമാനന് നന്ദി കാണിക്കാൻ വേണ്ടിയാ, കുതിരയുടെ മുതലാളിക്ക് നന്ദി കാണിച്ചുകൊണ്ട് ആ കുതിരയെ ഓടുന്നത്, തീപ്പൊരി പറപ്പിക്കുന്നത്. അങ്ങനെ പ്രഭാതത്തിൽ കടന്ന് ആക്രമിക്കുന്നവ തന്നെയാണ്. പ്രഭാതത്തിലാണ് യുദ്ധം നടക്കുന്നത്. അങ്ങനെ പൊടിപടലങ്ങൾ, ആ കുതിര ഇവിടെ ഓട്ടത്തിന്റെ ധൃതി കാരണം പൊടിപടലങ്ങൾ പാറിപ്പറപ്പിക്കുന്നവ തന്നെയാണ്. അങ്ങനെ ആ കുതിരകൾ ആ ശത്രു സൈന്യത്തിന്റെ മധ്യത്തിൽ പ്രവേശിക്കുന്നവ തന്നെയാണ്. സത്യം ചെയ്തിട്ടായി 4 കാര്യങ്ങൾ സത്യം ചെയ്തിട്ട് അല്ല പറയാ. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, തന്റെ നാഥനോട്, റബ്ബിനോട്, ലക്കനോട് അശേഷം നന്ദിയില്ലാത്തവനാണ്, നന്ദി കെട്ടവനാണ്. തീർച്ചയായും അതിന്റെ അവൻ തന്നെ സാക്ഷിയാണ്, അവന്റെ പ്രവർത്തനങ്ങൾ. എന്താണ് അതിന്റെ ഒരു കാരണം? അവന്റെ നന്മയോടുള്ള, സമ്പത്തിനോടുള്ള പ്രേമം വളരെ കഠിനമാണ്. മനുഷ്യന്റെ നന്ദികേടിന്റെ മുഖ്യ കാരണം സാമ്പത്തിക ലാഭമോഹമാണ് എന്ന ഖുർആൻ പറയും. അപ്പൊ ഇതാണ് ഒരു കുതിരയാണ്. ഒരു കുതിര യജമാനോട് കാണിക്കുന്ന നന്ദി പോലും സർവശക്തനായ അള്ളാഹുവിനോട് ആർക്കില്ല. അവരെ സൃഷ്ടിച്ച രക്ഷിതാവിനോട് ഇല്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോ ചുരുക്കം പറഞ്ഞാൽ, വ്യത്യസ്ത അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവർ, സമ്പത്തുള്ളവൻ അത് വെച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവന്റെ അവകാശങ്ങൾ നൽകാതിരിക്കുകയും സൃഷ്ടാവിനെ മറക്കുകയും ചെയ്യുന്നു. ഭക്ഷണം കഴിച്ചാൽ പോലും ഒരു അൽഹംദുലില്ലാ ചെല്ലാൻ പോലും മനുഷ്യരാരും തയ്യാറില്ല. അപ്പൊ പറഞ്ഞെന്താ? വ്യത്യസ്തമായ അനുഗ്രഹങ്ങള്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവിന് ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടതുണ്ട്. അതിന്റെ അവകാശങ്ങൾ മറ്റുള്ളവർക്ക് നൽകേണ്ടതുണ്ട്. അത് നൽകാതെ അവരത് സ്വയം ഉപയോഗപ്പെടുത്തുകയോ ഇത് തന്റേത്, തന്റെ കഴിവ് കൊണ്ടാണെന്ന്, ഇതൊക്കെ എനിക്ക് ലഭിച്ചെന്ന് അഹങ്കരിക്കുകയും ഒരു അൽഹംദുലില്ലാ വരെ ഭക്ഷണം കഴിച്ചിട്ട് ചെല്ലാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇതാണ് ലോകത്ത് നടക്കുന്നത്. അതുപോലെ വിജ്ഞാനമുള്ളവൻ അത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ആ വിജ്ഞാനം കൊണ്ട് അന്യായമായി സമ്പാദിക്കുകയും സത്യത്തെ മൂടി വെച്ചിട്ട് അസത്യത്തെ പൊക്കിപ്പിടിച്ചിട്ട് ഭൗതിക താല്പര്യം സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അതുപോലെ ആരോഗ്യമുള്ള ആളുകള് ആ ആരോഗ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന് സേവനം ചെയ്യാതെ
തെറ്റായ വഴിയിൽ അവന്റെ ആരോഗ്യത്തെ ചെലവഴിക്കുകയും ചിലപ്പോൾ പാവങ്ങളെ ദ്രോഹിക്കാനും അതുപോലെ തോന്നിവാസത്തിലേക്ക് ചലിക്കാനൊക്കെ അവന്റെ ആരോഗ്യം വിനിയോഗിക്കുന്ന അവസ്ഥയും നാം സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അവന്റെ വേദഗ്രന്ഥത്തെ, പ്രവാചകന്മാരെ, റസൂലുള്ളാഹിനെ മറന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ മാശറയിൽ അള്ളാഹുവും അന്ന് മറക്കുമെന്ന് ഖുർആൻ പറയുന്നത്. സൂറത്ത് ത്വാഹ 124 മുതൽ 126 ഉൾപ്പെടുന്ന വചനം. അന്നഅറവാൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ വമൻ അറവാൻ ദിക്രി, വല്ലവനും എന്റെ ഉത്ബോധനത്തിൽ നിന്നും തിരിഞ്ഞു കളയുന്ന പക്ഷം അല്ലാഹു പറയാം, ഫഇന്ന ലഹു മഈശതൻ ലങ്ക, തീർച്ചയായും അവന് ഇടുങ്ങിയ ജീവിതമാണുള്ളത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, അന്ത്യദിനത്തിൽ നാം അവനെ അന്ധനായി, കുരുടനായി ഉയർത്തെഴുന്നേൽപ്പിക്കും. അതായത് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയിട്ട്, സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി, വിജ്ഞാനം നൽകി, ഇതാണുള്ള 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ. ഇത് 3 നൽകിയിട്ട് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കാതെ അഹങ്കരിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അള്ളാഹുവിന് നന്ദി കാണിക്കാത്ത ആൾക്കാര്, അവരെ അള്ളാഹു പരലോകത്ത് മറന്നു കളയും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, അന്ത്യദിനത്തില് അന്ധനായിട്ട് അവരെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കും, ഒരുമിച്ച് കൂട്ടും. ഖാല റബ്ബി ലിമാ അശ്റതനി അഅ്മാ വഖദ് കുന്തു ബസീറാ, ഖാല, അവൻ വിലപിക്കും, റബ്ബി ലിമാ അശ്റതനി അഅ്മാ, നാഥാ നീ എന്തുകൊണ്ടാണ് എന്നെ കുരുടനായി ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? വഖദ് കുന്തു ബസീറാ, ഞാൻ മുമ്പ് കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അലകദാലിക അത്തതുക ആയാതുന, ഖാല, അല്ലാഹു അരുളും, കദാലിക, അപ്രകാരം തന്നെയാണ്, അത്തതുക ആയാതുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, വചനങ്ങൾ നിനക്ക് വന്നു കിട്ടി. ഫനസീതഹ, നീ അതിനെ മറന്നു കളഞ്ഞു. നമ്മുടെ ഉത്ബോധനവും ഉപദേശവും വേദഗ്രന്ഥവും പ്രവാചകനൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ എന്റെ അടുക്കൽ വന്നിട്ട് ഉപദേശിച്ചിട്ട് ഫനസീതഹ, നീ അതിനെ മറന്നു കളഞ്ഞു. കദാലികൽ യൗമ തുൻസാ, അപ്രകാരം ഇന്ന് നീയും മറക്കപ്പെടുന്നു. നീ എന്നെ ഓർത്തില്ല, അതുകൊണ്ട് നിന്നെ ഞാനും മറക്കുന്നു. അൽയൗമ നൻസാകും കമാ നസീതും ലിഖാ യൗമികും ഹാദാ, അൽയൗമ നൻസാകും, ഇന്ന് നാം നിങ്ങളെ മറന്നു കളയുന്നു. കമാ നസീതും ലിഖാ യൗമികും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെ നിങ്ങൾ മറന്നതുപോലെ നിങ്ങളെ ഞാനും ഇതാ മറക്കുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ 152 വചനത്തിൽ അള്ളാഹു പറഞ്ഞത് വദ്കുറൂനി അദ്കുറുക്കും, വദ്കുറൂനി, എന്നെ നിങ്ങൾ ഓർക്കണം, അദ്കുറുക്കും, എങ്കിൽ നിങ്ങളെ ഞാനും ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം. വലാ തക്ഫുറൂൻ, ഒരിക്കലും നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത്. നന്ദി കാണിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.